ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ വിജയം സുനിശ്ചിതം. ട്രോളുകളെ സർഗാത്മകമായി കാണുന്നു. തനിക്ക് എതിരായ ട്രോളുകളെ സർഗാത്മകമായി കാണുന്നുവെന്ന് എം സ്വരാജ്. ജനാധിപത്യത്തിൽ ഇതൊക്കെ ആസ്വദിക്കാവുന്നതാണ്. ട്രോളുകൾ എല്ലാ തിരഞ്ഞെടുപ്പിലും വരുന്നതാണ്. അതിൽ ആരെയും കുറ്റം പറയാനില്ല. മുഖ്യമന്ത്രി കൈപിടിച്ചുയർത്തിയപ്പോൾ തോറ്റവരുടെ പട്ടികയിലേക്ക് താനും വരുമെന്നത് തെറ്റായ ധാരണയാണ്. നിലമ്പൂരിൽ LDF വിജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അൻവർ എന്തു പറയണമെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെയെന്നും PV അൻവറും തന്റെ സുഹൃത്താണെന്ന് എം സ്വരാജ് പറഞ്ഞു. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിക്കണം. എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ ഒപ്പമുണ്ട്. സ്കൂൾ സംവിധാനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി മാറിയെന്ന് ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. മതനിരപേക്ഷത, ജനാധിപത്യ ബോധം എന്നിവ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിനായി മാത്രം ചുരുങ്ങരുത്. ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് പഠനത്തിന്റെ ലക്ഷ്യം. അറിവ് മാത്രം പോരാ, വിവേകവും വിവേചന ബുദ്ധിയും വേണം. കുട്ടികൾ വിമർശനാത്മക ബുദ്ധിയോടെ ഓരോന്നിനെയും സമീപിക്കണം. അതിനായി കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിക്കണം. വിദ്യാർത്ഥികളിൽ കൗതുകത്തിന്റെയും ജിജ്ഞാസയുടെയും അന്തരീക്ഷം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ അറിവ് എത്തണമെന്നതാണ് പ്രധാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമുതൽ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികൾ തിരിച്ചറിയണം. സാരോപദേശക രീതി മാത്രമല്ല, നല്ല കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ആവണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ച് PV അൻവർ. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് മുന്നണി. നിരവധി ചെറുകിട സംഘടനകളുടെ ആവശ്യമായിരുന്നു ഒരു മുന്നണി രൂപീകരിക്കുകയെന്നത്. അവരുടെ താൽപര്യപ്രകാരമാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുകയെന്ന തീരുമാനമുണ്ടായത്. നിലമ്പൂരിലെ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കുമെന്ന് PV അൻവർ പറഞ്ഞു. രാജ്യത്ത് കോവിഡ് കേസുകൾ 4000-ലേക്ക്. 24 മണിക്കൂറിനിടെ 4 മരണം. രാജ്യത്ത് കോവിഡ് കേസുകൾ 4000-ലേക്ക് അടുക്കുന്നു. രാജ്യത്ത് 3961 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 4 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ 1435 പേർ നിലവിൽ കോവിഡ് ബാധിതരാണ്. 31 കോവിഡ് മരണങ്ങളാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ 483, മഹാരാഷ്ട്ര 506, ഗുജറാത്ത് 338 കേസുകൾ എന്നിങ്ങനെയാണ് കണക്കുകൾ. കേരളം കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേസുകൾ വർദ്ധിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോവിഡ് വ്യാപന ശേഷി കൂടുതലാണെങ്കിലും രോഗതീവ്രത കുറവാണ്. മറ്റു രോഗങ്ങളുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം നിലവിലുള്ള വാക്സിനുകൾ ഫലപ്രദമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. രാജ്യത്ത് ഇതുവരെ മരിച്ചവരെല്ലാം മറ്റു രോഗമുള്ളവരും പ്രായമായവരുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. കൊച്ചി കായലിൽ കാണാതായ ടാൻസാനിയൻ നാവികനായി തിരച്ചിൽ തുടരുന്നു. നാവികസേനയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. ടാൻസാനിയൻ കേഡറ്റ് അബ്ദുൾ ഇബ്രാഹിം സാലെയാണ് കാണാതായത്. വെണ്ടിരുത്തി പാലത്തിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് ടാൻസാനിയ പൗരനായ നാവികൻ കായലിലേക്ക് ചാടിയത്. പരിശീലനത്തിനിടെയാണ് കൊച്ചിയിൽ ടാൻസാനിയൻ നാവിക ഉദ്യോഗസ്ഥനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ടാൻസാനിയയിൽ നിന്ന് പരിശീലനത്തിനായാണ് നാവികനെത്തിയത്. ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി കൊച്ചിയിലെത്തിയതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ 2000-ത്തിലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മടക്കി അയച്ചു. 2000-തോളം പേർ സ്വമേധയ മടങ്ങിപ്പോകാൻ തയ്യാറായതായും റിപ്പോർട്ട്. ത്രിപുര, മേഘാലയ, അസം എന്നിവിടങ്ങളിലെ അതിർത്തി വഴിയാണ് മടക്കി അയച്ചത്. ഗുജറാത്ത്, ഡൽഹി, ഹരിയാന, അസം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ കണ്ടെത്തിയത്. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി തുടരാൻ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. പിടികൂടുന്നവരെ വ്യോമസേന വിമാനങ്ങളിൽ അതിർത്തിയിൽ എത്തിച്ചു BSFന് കൈമാറും. ഭക്ഷണവും ബംഗ്ലാദേശി കറൻസിയും നൽകി മടക്കി അയക്കാനാണ് പദ്ധതി. മടക്കി അയക്കുന്നവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച് ഇമിഗ്രേഷൻ ഡാറ്റയുമായി ബന്ധിപ്പിക്കാൻ ശ്രമം. ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ രേഖകൾ പരിശോധിച്ചതിനു ശേഷം അത്തരം അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുകയാണ്. ഏപ്രിലിലെ പഹൽഗാം ആക്രമണത്തെ തുടർന്നാണ് നടപടി. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഇത് വേഗത കൈവരിച്ചു. ഗുജറാത്തിലാണ് ആദ്യം എത്തിയത്, തുടർന്ന് ഡൽഹിയും ഹരിയാനയും. കൂടുതൽ സംസ്ഥാനങ്ങൾ ഉടൻ തന്നെ അയക്കാൻ തുടങ്ങും. ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ വ്യക്തമാണ്. സംസ്ഥാനങ്ങളും സഹകരിക്കുന്നുണ്ട്, ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൊല്ലം കുണ്ടറയില് പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികന് ദാരുണാന്ത്യം. പെരുമ്പുഴ തലപ്പറമ്പ് ജംഗ്ഷന് സമീപം പത്മാലയത്തില് ഗോപാലകൃഷ്ണന് പിള്ളയാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് അപകടം നടന്നത്. വീടിന് സമീപത്തെ പറമ്പില് പുല്ല് ശേഖരിക്കുന്നതിനിടെ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയില് അറിയാതെ സ്പർശിക്കുകയായിരുന്നു.
ഗോപാലകൃഷ്ണന് ഒപ്പമുണ്ടായിരുന്ന മകളുടെ കൈക്കും പൊള്ളലേറ്റു. പിതാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മകളുടെ കൈക്ക് പൊള്ളലേറ്റത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കുണ്ടറയിലെ പല പ്രദേശങ്ങളിലും വൈദ്യുതി ലൈന് പൊട്ടിക്കിടക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. കുണ്ടറ KSEB ഓഫീസിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആക്ഷേപിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ കത്തിച്ച് സ്ട്രേഞ്ചർ തിങ്സ് ടീസർ. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും തരംഗം സൃഷ്ടിച്ച് നെറ്റ്ഫ്ലിക്സ് സീരീസ് സ്ട്രേഞ്ചർ തിങ്സിന്റെ അവസാന സീസണിന്റെ ടീസർ. നവംബറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5ന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തുവിട്ട പ്രത്യേക വീഡിയോയിൽ മുൻപിറങ്ങിയ 4 സീസണുകളിലെ പ്രധാന രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനപ്രീതി നേടിയ സീരീസ് 2016ലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. സയൻസ് ഫിക്ഷൻ സ്വഭാവത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സീരീസ് 1980കളിൽ അമേരിക്കയിലെ ഇൻഡിയാനയിലുള്ള ഹോക്കിൻസ് എന്ന ചെറുപട്ടണത്തെ ആക്രമിക്കുന്ന ഭീകരജീവികളുടെയും അവയെ എതിർത്ത് നിൽക്കുന്ന കുറച്ച് കുട്ടികളുടെയും കഥയാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് Z Pro News.